എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന മഹാനദി കോൾ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ MCL മഹാനദി കോൾഫീൽഡ് ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തികകൾ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. 500 വേക്കൻസിയാണ് ആകെ ഉള്ളത്. ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഫോർമാൻ ആണ്, ഇലക്ട്രിക്കൽ ട്രെയിനി. ശമ്പളം ബേസിക് പേ വരുന്നത് 47,330 പെർ മന്ത്. വേക്കൻസി 150. അൺറിസർവ്ഡ് 60, EWS 15, SC 24, ST 33, OBC 18. അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഇലക്ട്രിക്കലാണ്, ട്രെയിനി. ശമ്പളം പെർ ഡേ 1,583 രൂപയാണ്. വേക്കൻസി 350. അൺറിസർവ്ഡ് 140, EWS 35, SC 56, ST 77, OBC 42. ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ഇതിലേക്ക് PWBD കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വരുന്നത് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഫോർമാൻ ഇലക്ട്രിക്കലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 3 ഇയർ കോഴ്സ് ആയിരിക്കണം. ഇതല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റിൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്തത് ടെക്നീഷ്യനാണ്, ഇലക്ട്രീഷ്യൻ. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, ITI പാസ്സായിരിക്കണം. ITI 2 ഇയർ കോഴ്സാണ്. ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡാണ് വേണ്ടത്. വിത്ത് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ കൂടാതെ മിനിമം 1 ഇയറിൻ്റെ ട്രെയിനിങ് അല്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലെങ്കിൽ ഓൺ ദ ജോബ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ LT പെർമിറ്റ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ 2 തസ്തികയിലേക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി പ്രായപരിധി നോക്കാം. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. കൂടാതെ OBC കാറ്റഗറി ആണെങ്കിൽ 3 വയസ്സിൻ്റെ ഇളവുണ്ട്. SC ST ആണെങ്കിൽ 5 വയസ്സിൻ്റെ ഇളവുണ്ട്. എക്സ് സർവീസ്മെൻറ്റും PWBD കാറ്റഗറിക്കും പ്രായത്തിന് ഇളവുണ്ട്. അപ്പോൾ ഈ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന SC ST OBC EWS PWBD ESF കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ ഒന്നുമില്ല, ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എക്സാമിന് നെഗറ്റീവ് മാർക്കൊന്നുമില്ല. 100 മാർക്കിനായിരിക്കും എക്സാം വരുന്നത്. സെക്ഷൻ Aയിൽ വരുന്നത് ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും ആയിരിക്കും. സെക്ഷൻ Bയിലാണ് ടെക്നിക്കൽ നോളജിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് തന്നെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ അപ്പോയിൻമെൻറ്റിന് മുമ്പ് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. കാൻഡിഡേറ്റ്സ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ വാലിഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ID, മൊബൈൽ നമ്പറൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളുടെ എക്സാമിൻ്റെ സിറ്റി എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ടെസ്റ്റിൻ്റെ സിറ്റീസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് പ്രിഫറൻസ് അനുസരിച്ച്. അതനുസരിച്ചായിരിക്കും എക്സാം സെൻറ്റർ വരുന്നത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്, mahanadi.coal.in. ഈ സൈറ്റാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. അവിടെ നിന്നിട്ട് കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ റിക്രൂട്ട്മെൻറ്റ് സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഇമെയിൽ ID, മൊബൈൽ നമ്പർ, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിൻ്റെ സ്കാൻഡ് കോപ്പി, +2, ഡിഗ്രി, ഡിപ്ലോമയൊക്കെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാറ്റഗറി റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്കാൻഡ് കോപ്പി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടെക്നീഷ്യൻ പോസ്റ്റ് ആണെങ്കിൽ LT പെർമിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം.
റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്ക് ഇങ്ക് പെൻ വെച്ചാണ് നിങ്ങൾ സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. ജനറൽ അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ EWS കാറ്റഗറി ആണെങ്കിൽ 1180 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. എക്സാം ഫീസും GST കൂടെ ചേർത്തിട്ട് 1180 ആണ് വരുന്നത്. SC ST PWBD ESM ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കി എല്ലാവർക്കും 1180 രൂപയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 28 ലാസ്റ്റ് ഡേറ്റ്. അതിനകത്ത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ നിങ്ങളെ പിന്നീട് നോട്ടിഫൈ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. വെബ്സൈറ്റിലായിരിക്കും നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത്. ഇതാണ് നിങ്ങളുടെ എക്സാമിൻ്റെ സിലബസ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് തന്നെ പഠിക്കാവുന്നതാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. സിലബസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ MCLൻ്റെ വെബ്സൈറ്റ് എടുക്കുക. അവിടെ കരിയർ ഓപ്ഷനുണ്ട്, അത് കൊടുത്താൽ മതി. അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഫസ്റ്റ് കിടക്കുന്നതാണ്. അവിടെ അപ്ലൈ നൗ എന്ന ഓപ്ഷനുണ്ട്. അത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ പോസ്റ്റ് നെയിം, പോസ്റ്റ് കോഡ്, പേര്, നമ്പർ, ഇമെയിൽ ID ഒക്കെ കൊടുത്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണുള്ളത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ മഹാനദി കോൾഫീൽഡ് ലിമിറ്റഡിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരെ നന്ദി.